പാർട്ടീനെ അറിയിക്കണം. ഞാൻ ചാനലിൽ കൂടി വന്നു, ആ ചാനലിനെ കൂട്ടി വന്നു, PR വർക്കിന്റെ ഭാഗമായിരിക്കും. അതാണ് എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ പേടിപ്പിച്ചു. ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞപാട് എനിക്ക് ആ കസേര തരണമെന്നുള്ള രീതിയിലാണ് അവൾ അവിടെ പ്രവർത്തിച്ചത്. അവരത് പഠിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനെയുള്ള ഒരു മരണപ്പെടാൻ പാടില്ല. സുപ്രീം കോടതി എറണാകുളത്ത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായും കിട്ടും. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഇതിന്റെ പിന്നിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ വെറും ഒരു ചെങ്ങളായി പഞ്ചായത്ത് അതിന് പിന്നിൽ പല ക്വാറി മാഫിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഇവരുടെ കുറെ ആൾക്കാരുടെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങള് പഠിച്ചൊരു ഉദ്യോഗസ്ഥൻ ആ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോയാൽ അവരുടെ ഫയലുകൾ അദ്ദേഹത്തിന് അത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ച ഇവരുടെ ആരുടെയൊക്കെയോ മുഖം മൂടി അവിടെ വീണു പോവും. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അവർക്ക് വേണമെങ്കിൽ മൊബൈലിന്റെ നമ്പറൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ ദിവ്യയായിട്ട് സംബന്ധിച്ച് ഇതിനു മുൻപ് ഇതുപോലത്തെ എന്തെങ്കിലും ക്വാറി ഇടപാടുകളെ പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ? അവിടെ ഒരുപാട് വിഷയങ്ങൾ, അവിടെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ. ഇപ്പം തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷ വൈഫിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം വിഷയം വരുന്ന സമയത്ത് അവിടെ 2 മരണങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊന്നുകെട്ടി തൂക്കിയിട്ട് അത് ഇങ്ങനെ ഇതേ ആത്മഹത്യ എന്ന് പറയാ ചെയ്തത്. ശരിക്കും അതിനെയൊക്കെ ഡോക്ടറുടെ ഈ ശ്യാമളെ അവരുടെ വിഷയം തന്നെയാണ്. അതുപോലെ അതിനു മുമ്പ് വേറെ ഒന്നും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്യാമളേച്ചി, അതുപോലെ ഗോവിന്ദൻ മാഷ്, അവരുടെ മകൻ, ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ അവർ രഹസ്യമായിട്ട് വേറെ ഫോണൊക്കെ ഉപയോഗിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ ഒന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ ശ്രദ്ധിച്ച് അവരൊന്ന് ആരിലേക്ക് വിളിച്ചു, ഇതൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ശ്യാമളയുടെ പേര്, ഗോവിന്ദന്റെ പേര്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ പിന്നാലെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അവരുടെ ആവശ്യമാണ് ഈ സാറിന്റെ കയ്യിലെ പ്രമാണമായ രേഖകള് അവരെ നഷ്ടപ്പെടുത്തുക, അവരെ കൊല്ലുക എന്നത്. ഇവിടെ പക്ഷെ ദിവ്യ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സംഭവത്തിലായിരിക്കും. കണ്ണൂർക്കാർക്ക് അറിയാമായിരിക്കാം. പക്ഷെ നമ്മൾ മലയാളികൾക്ക് കൂടുതലും ദിവ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങനെ ഒരാളുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഈ ഒരു സംഭവത്തിലാണ്. അല്ലാണ്ട് ദിവ്യ ഈ കണ്ണൂർ ഏതെങ്കിലും ഒരു ക്വാറി മാഫിയായിട്ടോ അവിടെ എന്തെങ്കിലും കണ്ണൂർക്കാരി എന്നുള്ള എല്ലാവരുടെയും ഒരു മനുഷ്യരുടെ അവിടുത്തെ ആൾക്കാരുടെ ആ ദിവ്യ എന്ന കഥാപാത്രം ആരാണ്, എങ്ങനെയാണ് ജനങ്ങളോട്, അതായത് അവർ പറഞ്ഞൊരു ഫയൽ, ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഒരു ഫയല്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരാതിക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. പക്ഷെ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതായത് അവിടുത്തെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ ജില്ലാ പഞ്ചായത്തിൽ എല്ലാവരെയും അവരുടെ സ്വാർത്ഥ വേണ്ടിയിട്ട് അവരുടെ ഭൂമാഫിയ അവരുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രം അവർ ദിവ്യയുടെ പാസ്ബുക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര പൈസ അക്കൗണ്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള മറ്റുള്ള പാസ്ബുക്ക്. ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട് അതിനകത്ത്. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ അത് അവരാണ് പറയേണ്ടത്. വേദനിപ്പിച്ച ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയുമ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ പറയുന്നത് സാരി ഉടുത്ത പിണറായി എന്ന് പറയുന്നത്, അങ്ങനെയാണ് അവൾ പറയുന്നത്. ശരിക്കും കണ്ണൂർ സ്വന്തം സ്വദേശം കണ്ണൂരാണ്. എത്ര വർഷമായിട്ട് അവിടെയുണ്ട്? ജന്മം മുതൽ കണ്ണൂർ തന്നെയാണോ? ഉണ്ട്, കണ്ണൂരുണ്ട്. അപ്പോൾ ഈ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കണം. ഈ ദിവ്യ എന്ന് പറയുന്ന ദിവ്യയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വളർച്ചയും ദിവ്യ എന്തായിരുന്നു കണ്ണൂർക്കാർക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ? എനിക്കിപ്പം കോടതിയോട് പറയാനുള്ളത്, ദിവ്യ എന്ന വ്യക്തി അവർ കലക്ടറെ പോലെ, അതായത് അസിസ്റ്റന്റ് കലക്ടറെ പോലുള്ളവരെ അപമാനിച്ചോ, അപകീർത്തിപ്പെടുത്തി, അവഹേളിച്ചോ, അപകടപ്പെടുത്തിയിട്ട് എവിടത്തേക്കോ മൺമറഞ്ഞു കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ആ ഒരു വ്യക്തി എന്താണെന്ന് നേരം കോടതിക്കും മനുഷ്യർക്ക് നന്മയെ ചിന്തിക്കുന്നവർക്ക് അറിയാം അവരെന്ന വ്യക്തി ആരാണെന്ന്. അതുപോലെ ഇപ്പോൾ ഏതൊക്കെ ഇതുപോലെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ഒരു ADM സാറ്, നമുക്ക് അവിടെ തന്നെ തുടങ്ങിയാൽ മനസ്സിലാവും. ADM സാറിനോട് പറയുന്നത് പത്തനംതിട്ടയിൽ പോയിട്ട് ഇതുപോലെ ജോലി ചെയ്യരുതെന്ന്, പഠിപ്പിക്കുന്നത് ആരെയാണ്? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ഉയർന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും. നല്ലൊരു ADM പോലെ ഒരാളെ ഇത്രയും പബ്ലിക്കായിട്ട് അങ്ങനെ കയറി പറയണം എന്നുണ്ടെങ്കിൽ ദിവ്യക്ക് അത്രയും ഹോൾഡ്
അല്ലെങ്കിൽ ദിവ്യയുടെ പിന്നിൽ ഒരാൾ വേണം, ദിവ്യക്ക് അത്രയും ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആ ധൈര്യത്തിലേക്ക് വളർന്ന അതാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ അവൾക്ക് ഈ ഒരു മന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അപ്പൊ ഇന്നാളത്തെ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ടായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അച്ഛന്റെ തറവാടല്ല ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാൻ വരുന്നത് കണ്ണൂർ ഈ ദിവ്യയുടെ ഫാദറിന്റെ ആണോ എന്നൊരു ചോദ്യം അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി ഒരിക്കലും ചോദിക്കൂല. അദ്ദേഹം എന്ന് വെച്ചാൽ നല്ല മോട്ടിവേഷനിലെ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ പവർ അത്രയുള്ളൊരു വ്യക്തി ചോദിക്കില്ല. നവീൻ സാറിനും ചോദിക്കില്ല. പക്ഷേങ്കിൽ നവീൻ സാറിന്റെ മകൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത്, ഇത്രയും അനധികൃതമായി സംസാരിക്കാൻ തെറ്റായ രീതിയിൽ ഒരു പവറുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോൾ കണ്ണൂർ ഇവരുടെ ദിവ്യയുടെ അച്ഛൻ്റെതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ണൂർ കലക്ട്രേറ്റിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് അവള്. അതെന്ന് വെച്ചാൽ ഇവിടെ ചെയ്തതുപോലെ മലയാളപ്പുഴ പോയിട്ട് അവിടെ ചെയ്യരുതെന്ന് പഠിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവരെ അങ്ങനെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. ഇതൊക്കെ ചെയ്ത് 4 വേനസ്. എന്നിട്ട് ഇപ്പോഴും അവൾക്ക് തലശ്ശേരി കോടതി കുറച്ചിത് ഇളവ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും കണ്ണൂരിൽ അത്രയും ഹോൾഡ് ഉണ്ടോ ദിവ്യ എന്ന് പറയുന്ന ഒരാൾക്ക്? അതാണ് മുഖ്യമന്ത്രി ആവാനില് അവള് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാനുള്ള ഒരിത് കളിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ജനങ്ങളെ അവരുടെ പാർട്ടീനെ അറിയിക്കണം. ഞാൻ ചാനലിൽ കൂടി വന്നു, ആ ചാനലിനെ കൂട്ടി വന്നു, PR വർക്കിന്റെ ഭാഗമായിരിക്കും. അതാണ്. എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ പേടിപ്പിച്ചു, ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞപാട് എനിക്ക് കസേര തരണമെന്നുള്ള രീതിയിലാണ് അവൾ അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ ഇത് ഒരു ആണുങ്ങളെ കുറവാക്കി അഭിമാനത്തിൽ ചതിപ്പിച്ചു. ഒരു ആണുങ്ങൾ മാത്രമല്ല അവർ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റിന്റെ പവറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെയാണ് അതും ഒരു പാവം വ്യക്തി. മോശം ആൾക്കാരാണെങ്കിൽ അതെന്തോ ആവട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു പാവം നല്ലൊരു വ്യക്തിനെയാണ് അത് ഇത്രയും ഇതാക്കി. അപ്പോൾ ഇവിടെ കോടതിയിലെ നിരീക്ഷണത്തിൽ തന്നെ ആ വീഡിയോസ് ഒന്നുകൂടി കണ്ടാൽ മനസ്സിലാവും. അവർ പറഞ്ഞ വാചകങ്ങൾ മുഴുവനും അവിടെ വേണ്ടാത്ത വാചകങ്ങളാണ് മുഴുവനും ഉപയോഗിച്ചത്. ഓക്കെ, എന്തായാലും ഇനി നവീൻ ബാബുവിന് ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഇവിടുന്ന് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ 2 പേരും കണ്ണൂരുള്ളതാണ്. അവരുടെ മനസ്സലിവ് സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ടല്ലോ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അപ്പൊ അവർക്ക് ഒരു മനസ്സിൽ ഉണ്ടാവില്ലേ സത്യാവസ്ഥ ചെയ്തു കൊടുക്കണം, അവർക്ക് നീതി കിട്ടണം. നീതിപീഠം എന്തായാലും സത്യത്തിനൊപ്പം തന്നെ നിൽക്കും നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അതിൽ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ APP പറഞ്ഞാലും അവരത് പഠിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനെയുള്ള ഒരു മരണപ്പെടാൻ പാടില്ല. സുപ്രീം കോടതി എറണാകുളത്ത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായും കിട്ടും. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും കിട്ടും. ഇവരെയൊക്കെ നാർക്കോ ടെസ്റ്റും ചെയ്യും. കാരണം ചില വേളകളിൽ അവർ സ്വമേധയാ സമൂഹത്തിന് വേണ്ടി നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ കോടതി തന്നെ പറയും.